ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണേ. ഇതിൻ്റെ പേരാണ് വെണ്ടയ്ക്ക പൊരിയൽ. പണ്ട് സ്ഥിരമായിട്ട് ഏഷ്യാനെറ്റിലെ കുക്കറി ഷോ ഞാൻ കാണുമായിരുന്നേ. നമ്മുടെ റീന ബഷീർ നടത്തുന്ന റീന ചേച്ചിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ഇത്. നമുക്ക് ഈ മാലയൊക്കെ ഇട്ട് ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുന്ന അയ്യപ്പന്മാരില്ലേ, അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മീനില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനുള്ളത്. നീളത്തിലരിഞ്ഞ വെണ്ടയ്ക്കയാണ്. വട്ടത്തിനരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും. അതുകൊണ്ട് നീളത്തിലരിഞ്ഞ വെണ്ടയ്ക്ക. ഫസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കാം. ഒരുപാട് മൂത്ത് പോകരുത്, പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയാൽ മതി. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ്, ഒരു കുഞ്ഞ് പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് കുഞ്ഞു അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് വഴറ്റിയാൽ മതി. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടെ ഇട്ട് കൊടുക്കാം. അതും അത്യാവശ്യം ഒരുപാട് മൂത്ത് പോവണ്ട, നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം വഴണ്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാലയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് ഇളക്കാം. ഇത് ഇളക്കി വെച്ചിട്ട് തുറക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ മണമാണ്, നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെയൊക്കെ ഒരു മണമാണ് ഇതിന്. ഈ മസാലയുടെയും മല്ലിയിലയും തക്കാളിയും എല്ലാം കൂടെ വരുന്നത്. അതിൻ്റെ കൂടെ ഉച്ചക്കത്തേക്കുന്ന മീൻകറിയും നല്ല വെള്ളരിക്ക പുളിശ്ശേരിയും ഫിഷ് ഫ്രൈ, പപ്പടം, ഇതൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് കോമ്പിനേഷൻ ചോറിൻ്റെ കൂടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.